हरे कृष्ण। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामख्यं ददाति सुपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सह रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सहगण ललिता श्री विशाखान्तांश्च। हे कृष्ण करुणा सिंधो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गुरु गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्याय नाम्ने गौरदिशे नमः। स्वर्दून्यश्चारुधीरे स्फुरितमतिबृहत् पूर्वपृष्ठापगात्रम् रम्या रामावृतं सन्मणिकरः महासत्मसङ्गे परिगिदम् नित्यं प्रत्यालयोदित प्रणयलस भरलसत् कृष्ण संकीर्तनाढ्यम् श्रीवृन्दाडय भिन्नं जगदनुपमं श्रीभवद्दीपमीडे श्रीमन्मौक्तिकधाम बद्धचिगुरं सुस्मेरचन्द्राननं श्रीगण्डागुरु चार्चित्रवसनं दिव्यभूषाञ्चितं नत्यावेशसानुमोदमधुरं कन्दर्पवेशोज्ज्वलं चैतन्यं कनकद्युतिं निजजनये संसेव्यमानं भजे। चैतन्य महाप्रभु की जय। श्री चैतन्य चरितामृतम की जय। हरे कृष्ण. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 16 ശ്ലോകം 89 വരെ നോക്കി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെയും കേശവ കാശ്മീരിൽ അറിയപ്പെട്ടിരുന്ന ദിഗ്വിജയ് പണ്ഡിറ്റിന്റെയും കൂടിക്കാഴ്ച, അതിലുണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് 90ാമത്തെ ശ്ലോകം നോക്കാം. ये व्याख्याकारीला से मनुष्यरा नाहे शक्ति निमाई मुखे रही बले अपना सरस्वती. ये व्याख्या ഏത് വിശദീകരണം കരുള നൽകി സേ ആർ മനുഷ്യന്റെ നഹേ ഇല്ല ശക്തി നിമായി മുഖേ നിമായുടെ മുഖത്ത് ടഹി അവശേഷിക്കുന്നു ഭലെ പറയുക അപ്പനെ സ്വയം സരസ്വതി മാതാവ്. ഈ ബാലകൻ നൽകിയ വിസ്മയകരമായ വ്യാഖ്യാനം മനുഷ്യശക്തിക്ക് സാധ്യമായതല്ല. അതിനാൽ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെ സരസ്വതി ദേവി സ്വയം സംസാരിച്ചതാവണം. അത് ദിഗ്വിജയ് പണ്ഡിറ്റായിട്ടുള്ള കേശവ കാശ്മീരിയുടെ ആത്മകഥമാണ്. ഇത് സാധാരണ വ്യക്തിയല്ല. കാരണം അന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ്. അതിന് പേടിച്ചിട്ട് മറ്റ് പണ്ഡിതന്മാരൊന്നും ഒരു വലിയ പ്രാഗൽഭ്യമുള്ളവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പുറത്തു വന്നിട്ടില്ല. അത്രയും വലിയൊരു പണ്ഡിതനായിരുന്നു. മാത്രമല്ല കൂടുതൽ ശിഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചാരകന്മാർ നടക്കുന്നവരെല്ലാവരും ആജീവനാന്ത അടിമയായിട്ട് വാദത്തിൽ തോറ്റ് അതിന് കൂടെ കൂടിയ ആൾക്കാരാണ്. അപ്പൊ അത്രയും വലിയൊരു പണ്ഡിതന് മുമ്പിൽ ഈ ഒരു ചെറിയ ബാലകൻ ഇങ്ങനെ പറയുമ്പോൾ അതിന് അതിശയം. എങ്ങനെ ഈ ഒരു ബാലകൻ ഇത് സാധിച്ചു? അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലും സരസ്വതി കടാക്ഷത്തിലും അത്യധികം ഒരു വിശ്വാസമോ അഹങ്കാരമോ എന്നൊക്കെ നമുക്ക് പറയാം ഉണ്ടായിരുന്നു. അപ്പം ഭഗവാൻ തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തിയുടെ അഹങ്കാരമാണ് ഭഗവാൻ എടുത്തു മാറ്റുന്നത്. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു മാരക രോഗം പോലെയാണ്. അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു
സഞ്ചി നിറയുള്ള മാലിന്യങ്ങൾ പോലെയാണ്. അപ്പൊ ഹൃദയമാകുന്ന ആ താമരയിൽ, ആ കമലത്തില് പരമാത്മ ഭഗവാൻ വന്ന് വസിക്കണമെങ്കിൽ, വന്ന് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളണമെങ്കിൽ ആ സ്ഥലം അത്രയും പരിശുദ്ധമായിരിക്കണം. അവിടെ ഈ മാലിന്യമായിട്ടുള്ള അഹങ്കാരം ഭഗവാൻ ഒരിക്കലും വച്ചു പൊറപ്പിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കിയറിയാം, നമ്മൾ പുരാണങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അഹങ്കാരം എന്നുള്ളൊരു വസ്തുത എടുത്ത് മാറ്റിയാൽ മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ സ്വന്തം കാരുണ്യം നേരിട്ട് നൽകുകയുള്ളൂ. അങ്ങനെ ഈ കേശവകാശ്മീർ അത്ര ഒരു മോശം ആളൊന്നും അല്ല. മഹാപണ്ഡിതൻ, ജ്ഞാനിയൊക്കെയാണ്. സരസ്വതി ദേവിയുടെ അടിയുറച്ച ഒരു ഉപാസകനൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ഒരു മോശക്കാരനല്ല, എങ്കിലും ഒരു അഹങ്കാരത്തിന് ചെറിയൊരു കണിക അവിടെ ഉള്ളത് കൊണ്ട് അത് എടുത്ത് മാറ്റിയിട്ട് തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ആണ് ഭഗവാൻ ഇവിടെ ഇങ്ങനൊരു നാടകം അവിടെ നടത്തുന്ന, അവിടെ അരങ്ങേറുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ തന്നെ ഒരു പ്ലാനാണത്. ശ്ലോകം 91. ഏതഭാവി കാഹേഷുന നിമായി പണ്ഡിത തവ വ്യക്യാശൂനിയാമി മൈലാൻ വിസ്മിതാൻ. ഏതഭാവി, ഈ വിധത്തിൽ, കഹേ പണ്ഡിതൻ പറഞ്ഞു, ശുന കേൾക്കുക, നിമായി പണ്ഡിത, തവ അങ്ങയുടെ വ്യാഖ്യാനം, ശുനി കേട്ടിട്ട്, അമി ഞാൻ, ഹൈലാൻ ആയിത്തീർന്നു, വിസ്മിത അദ്ഭുത സ്തബ്ധൻ. വിവർത്തനം. ഇങ്ങനെ ചിന്തിച്ച് പണ്ഡിതൻ പറഞ്ഞു, അല്ലയോ നിമായി പണ്ഡിത, ദയവായി കേൾക്കൂ, അങ്ങയുടെ വ്യാഖ്യാനം കേട്ട് ഞാൻ അത്ഭുത സ്തബ്ധനായി. കാരണം നമ്മൾ മുമ്പുള്ള ശ്ലോകങ്ങളിൽ കണ്ടിരുന്നല്ലേ, ഭഗവാൻ എങ്ങനെയാണ് ഈ കൊടുങ്കാറ്റ് പോലെ വന്ന 100 ശ്ലോകങ്ങളിൽ നിന്ന് ഇടയ്ക്കുള്ള ശ്ലോകം എടുത്ത് അതിന്റെ 5 ഗുണങ്ങളും 5 ദോഷങ്ങളും ഭഗവാൻ അവിടെ വിവരിച്ചു കൊടുത്തു. അത് കേട്ട് അദ്ദേഹം അത്ഭുത സ്തബ്ധനായല്ലേ. സാധാരണ ഒരു വ്യക്തിക്ക് അത് ഓർമ്മത്തിനുണ്ടാവില്ല, ഒരു ശ്ലോകം പോലും ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഭഗവാൻ ഇതിൻ്റെയൊക്കെയുള്ള ഒരു ശ്ലോകം എടുത്ത് അതിന്റെ ഇത്രയും വ്യാഖ്യാനം ചെയ്യുമ്പോൾ ആരാലും അതിശിച്ചു പോകും. അലങ്കാര നാഹി പഠ നാഹി ശാസ്ത്രാഭ്യാസ കേമനെ ഏ സഭ അർത്ഥ കരിളെ പ്രകാശം. അലങ്കാരം നാഹി പഠ, അങ്ങ് വായിച്ചിട്ടില്ല, നാഹി രണ്ടുമില്ല, ശാസ്ത്രാഭ്യാസ, ശാസ്ത്രങ്ങളുടെ സംവാദത്തിൽ പരിചയം, കേമനെ ഏതു വിധത്തിൽ, ഏ സഭ ഇവയെല്ലാം അർത്ഥ വിശദീകരണങ്ങൾ, കരുളെ ചെയ്തു, പ്രകാശ ആവിഷ്കാരം, ഞാൻ അത്ഭുത പരവശനാകുന്നു. അങ്ങ് സാഹിത്യ വിദ്യാർത്ഥിയല്ല, ശാസ്ത്രങ്ങളുടെ പഠന ദീർഘമായ പരിസമ്പത്തുമില്ല, വിമർശനാത്മകമായ ഈ ആശയങ്ങളെല്ലാം വിശദീകരിക്കാൻ അങ്ങേക്ക് എങ്ങനെ സാധിച്ചു? ഇഹാശുനി മഹാപ്രഭു അതി ബഡാരംഗി തൻഹാര ഹൃദയ ജാനി കഹേ ഖരി ഭംഗി. ശ്ലോകം 93. ഇഹാശുനി, ഇത് കേട്ടിട്ട്, മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു, അതി വളരെ, ബഡ അധികം, രംഗി തമാശയായി, തൻഹാര അദ്ദേഹത്തിന്റെ, ഹൃദയം, ജാനി മനസ്സിലാക്കുക, കഹേ പറഞ്ഞു, കരി ചെയ്യുക, ഭംഗി സൂചന. വിവർത്തനം. ഇത് കേട്ട് പണ്ഡിതന്റെ ഹൃദയം മനസ്സിലാക്കിയ ശ്രീ ചൈതന്യ മഹാപ്രഭു നർമ്മരൂപേണ മറുപടി മൊഴിഞ്ഞു. അപ്പോ ഇവിടെ പരമപുരുഷനായിട്ടുള്ള സ്വയം ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമാത്മാവായിട്ടുള്ള, അല്ലെങ്കിൽ അന്തര്യാമിയായിട്ടുള്ള അതേ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാളുടെ പരഹൃദയ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സിദ്ധിയാണത്. ഈ അഷ്ടമാസിദ്ധികൾ പോലെ തന്നെ യോഗ പ്രക്രിയ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ലഭിക്കുന്ന, പ്രാപ്തമാകുന്ന സിദ്ധികളിലൊന്നാണ് പരഹൃദയ ജ്ഞാനം. ഒരാളുടെ ഹൃദയത്തിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പക്ഷെ ഭഗവാൻ സ്വയം ഈശ്വരനായതുകൊണ്ട് ഭഗവാന് ഈ ജ്ഞാനവും, ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ എന്താ പറയാ, ഈ സാഹിത്യജ്ഞാനവും സംസ്കൃത ജ്ഞാനവും അതുപോലെ തന്നെ പരഹൃദയ ജ്ഞാനവും ഒക്കെ നേടാൻ ഭഗവാന് പ്രത്യേകിച്ച് യോഗ പ്രക്രിയകളുടെ ഒന്നും ആവശ്യമില്ല. സ്വയം ഭഗവാനായതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഒരു യോഗ പ്രക്രിയ കൊണ്ടോ തപസ് കൊണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ പൂജാ ക്രമങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഭഗവാനായിട്ട് മാറുന്നത്. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നെങ്കിൽ അവര് വിഡ്ഢികളാണെന്നാ പറയുന്നത്. കാരണം ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെ എപ്പോഴും. ഭഗവാൻ ജനിച്ചു വീഴുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ജനിക്കാന്ന് പറയാൻ പാടില്ല, ഭഗവാൻ അവതരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ലീലകൾ നമ്മൾ കണ്ടതാണ് അല്ലെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ കണ്ടതാണ്. അപ്പൊ ഭഗവാന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. സ്വയം
എന്താ പറയാ, നാച്ചുറലി സ്വാഭാവികമായിട്ട് തന്നെ ഭഗവാനിൽ ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ അതേ കൃഷ്ണനായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇത് പഠിക്കണം എന്നൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ബാലകനായിട്ടുള്ള രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയുമായിരുന്നു. ഇതിന്റെ കാരണം ഇതിന്റെയൊക്കെ സൃഷ്ടാവും നിയന്ത്രാവും എല്ലാം ഭഗവാൻ തന്നെയല്ലേ. ഇത് അറിയുന്നവനല്ലേ. ഭഗവാൻ തന്നെ പറയുന്നത് വേദങ്ങൾ രചിച്ചത് ഞാനാണ്, അതിന് ശരിയായിട്ട് അറിയുന്നത് ഞാനാണ്, എന്റെ ഉടമസ്ഥനോട് ഞാനെന്ന് ഭഗവാൻ തന്നെ പറയണ്ടല്ലേ. വേദം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ്. അപ്പൊ എല്ലാ ജ്ഞാനവും ഇതിന്റെ ഉറവിടം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഈ പണ്ഡിതന്റെ മനസ്സ് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് പറഞ്ഞു? ശ്ലോകം 94. ശാസ്ത്രേരാഭിചാരാ ഫലമന്ദ നാഹി ജാനി സരസ്വതിയെ ബലായ സൈബലിവാണി. ശാസ്ത്രയുടെ വിചാര, ശാസ്ത്ര സംവാദം, ഫലമന്ദ നല്ലതോ ചീത്തയോ, നാഹി ജാനി അറിയില്ല, സരസ്വതി സരസ്വതി, ഏ ബലായ എന്തു പറഞ്ഞാലും, സൈ അവ, ബലി ഞാൻ പറയുന്നു, വാണി വാക്കുകൾ, വിവർത്തനം രചന നല്ലതോ മോശമോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം സരസ്വതികൾ പറയപ്പെട്ടതാണെന്ന് അറിഞ്ഞാലും. ഭഗവാൻ തമാശയായിട്ട് പറയാണത്. കാരണം ഭഗവാൻ തന്നെയാണ് എല്ലാത്തിന്റെയും ഉറവിടം. എല്ലാ ജ്ഞാനത്തിന്റെയും, എല്ലാ ഈ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും പ്രളയത്തിന്റെ എല്ലാത്തിന്റെയും ഏക അധിപതി ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഒരു പുൽക്കൊടി പോലും ചെടിക്കില്ല എന്നാണ്. പക്ഷേ ഓരോ നമ്മുടെ ഗവൺമെന്റിൽ അല്ലെ, സർക്കാരിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ള പോലെ ഈ ഭൗതിക ലോകത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഭഗവാൻ പല ഡിപ്പാർട്ട്മെന്റിലും ഭഗവാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ വ്യക്തിത്വങ്ങളെ അതിൽ അവരോധിക്കുക ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നേടുമ്പോൾ എത്രയോ ഗുണങ്ങൾ, അതിനുള്ള യോഗ്യതകൾ നേടുന്ന സമയത്ത് ഓരോ ജീവാത്മാവിനെയും ഓരോ സൃഷ്ടി കഴിയുമ്പോഴും ഓരോ സൃഷ്ടിയിലും ഓരോ പദവിയിലേക്ക്, ഇന്ദ്രനായിട്ടും ചന്ദ്രനായിട്ടും വരുണനായിട്ടും വായുവായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെയാണ്, ബ്രഹ്മാവായിട്ട് പോലും ഓരോ വ്യക്തിത്വങ്ങളെയാണ് അദ്ദേഹം അവിടെ ഇരുത്തുന്നത്. അപ്പൊ അതില് വിദ്യയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് സരസ്വതി ദേവി. അപ്പോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ സർക്കാരാണെന്ന് വെച്ചോളൂ, അതിൽ സിഇഒ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയും പോലെയാണ് ഭഗവാന്റെ സ്ഥാനം. ഉദാഹരണം പറയാം, ബാക്കി ആ ഡിപ്പാർട്ട്മെന്റിൽ മറ്റു മന്ത്രിമാരൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരുടെയൊക്കെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് ആ ഭഗവാനാണ്, ഈ ദേവതകളുടെ. അപ്പോൾ ഈ ഭൗതിക ആഗ്രഹങ്ങളുള്ള ആൾക്കാര് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പോയിട്ട് ഓരോ അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഓരോ ദേവതകളെ ഉപാസിക്കുകയും ഭജിക്കുകയൊക്കെ ചെയ്യും. വഴിപാട് അർപ്പിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ എന്താ പറയാ നേർച്ച നേരുകയൊക്കെ ചെയ്ത് ഓരോ കാര്യസാധ്യങ്ങൾ. ഇത് കർമ്മകാണ്ഡത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കർമ്മകാണ്ഡത്തില് ഇതും വേദങ്ങളിൽ പറയുന്നതാണ്. കൃഷ്ണൻ പറയുന്നത്, അർജുന ഈ വേദങ്ങളുടെ പുറകെ നീ പോകണ്ട, നീ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടാവും നിനക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സരസ്വതി ദേവിയാണ് ഇവിടെ ഈ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ വിദ്യയുടെ അധിപതിയായിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാനല്ല ഇത് പറഞ്ഞത്, ഒരു കുട്ടിയായിട്ട് എനിക്കൊന്നും അറിയില്ല, സരസ്വതി ദേവി ആയിട്ട് ചിലപ്പോൾ എന്നിൽ കൂടി ഇത് പറയിപ്പിച്ചതെന്ന് ഭഗവാൻ ഒരു വ്യംഗ്യരൂപേണ പറയണം ഇവിടെ. ആജീതാൻട്രേ നിവേദിബ ഖരി ജപ ധ്യാന ശിശുദ്വാരെ കൈല മോരെ യഥാപമാനം. 96. വിദ്യാദേവതയ്ക്ക് ആജി ഇന്ന്, താൻ്റെ അവൾക്ക്, നിവേദിബ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കാം, കരി അനുഷ്ഠിക്കുക, ജപ ജപം, ധ്യാനം, ശിശുദ്വാരെ ഒരു ബാലനോടെ, കൈല ചെയ്തു, മോരെ എനിക്ക്, വളരെയധികം, അപമാനം. വിവർത്തനം, വിദ്യാദേവതയ്ക്ക് ഞാൻ പ്രാർത്ഥനകളും ധ്യാനവും സമർപ്പിക്കാം. ദിഗ്വിജയി തീരുമാനിച്ചു, ഈ കുട്ടിയിലൂടെ എന്നെ ഇത്രയും അപമാനിച്ചത് എന്തിനാണെന്ന് ദേവിയോട് ചോദിക്കുകയും ചെയ്യാം. നമ്മളും അങ്ങനെയാണല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, ആരോട്ടെങ്കിലും വഴക്ക് കൂടുമ്പോഴും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തന്മാരോട്ടെ നമ്മൾ തർക്കിച്ച് അല്ലെങ്കിൽ അപമാനിതരാകുമ്പോഴും നമ്മളെന്ത് പറയും? ഭഗവാനടുത്ത് ചോദിക്കും നമ്മളല്ലേ, ഭഗവാനെ എന്തിന് എന്നെ എങ്ങനെ ചെയ്യിച്ച്, എന്നെ അപമാനിച്ചു ഇങ്ങനെ? ഞാൻ ഇത്രയും വർഷമായിട്ട് ഹരേകൃഷ്ണ വരെയല്ലേ, ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ ജപിക്കുകയല്ലേ, 16 മാല ജപിക്കുകയല്ലേ, ഞാൻ ഏകാദശി എന്നിട്ട് എന്നെ എങ്ങനെ അപമാനിച്ചു? അപ്പൊ നമ്മൾ ഈ ഭഗവാനടുത്ത് പരാതി പറയാറുണ്ട് ചിലപ്പോഴും. നമ്മുടെ സ്വന്തം കർമ്മത്തിന്റെ
ചെയ്യുന്ന പ്രവൃത്തിയുടെ അല്ലെ ചെയ്ത പ്രവൃത്തിയുടെയൊക്കെ ഫലമാണ്, പരിണിത ഫലമാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ചില സമയത്ത് വൈകിപ്പോകും നമ്മൾ. ഭഗവാനാണ് അത് ചെയ്യിക്കുന്നത് അല്ല. ഭഗവാൻ എല്ലാ സിസ്റ്റം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കർമ്മത്തിന്റെ ഒരു നിയമം അല്ലെ, കർമ്മ എന്താ പറയാ, കർമ്മ വിഭാഗം എന്ന് പറയാം. അത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണത്. ഓരോരുത്തരും കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് അത്. നമ്മൾ എത്ര കോടി ജന്മം കഴിഞ്ഞാലും ആ കർമ്മങ്ങൾ നമ്മളെ വിട്ട് പോകില്ല. അതിന് ഉദാഹരണം പറയുന്നത്, നമ്മുടെ കർമ്മങ്ങള്, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ എത്ര കോടി ജന്മം കഴിഞ്ഞാലും കൽപ്പാന്തം കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകില്ല. എങ്ങനെയാണോ ഒരു 1000 പശുക്കളുള്ള ഒരു കൂട്ടത്തില് പശുക്കിടാവ് അതിന്റെ അമ്മയെ തേടി എങ്ങനെയാണോ അമ്മയുടെ അടുത്ത് എത്തുന്നത്, യഥാർത്ഥ അമ്മയുടെ അടുത്ത് എത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളോ അല്ലെ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മളെ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് എത്തും. അതിന് പിന്നെ അഡ്രസ് ഒന്നും ആരും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ലൊക്കേഷന്മാർ അയച്ചിടേണ്ട ആവശ്യമില്ല, അത് തനി അവിടെ എത്തിക്കോളും. വസ്തുത സരസ്വതി അശുദ്ധ ശ്ലോകക്കാരായില്ല, വിചാരസമായ താന്റെ ബുദ്ധി അച്ഛാദില. ശ്ലോകം 97. വസ്തുത സരസ്വതി അശുദ്ധമായ ശ്ലോകം കരായില അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു. വിചാരസമയ നിരൂപണം ചെയ്യുന്ന സമയത്ത് താന്റെ അദ്ദേഹത്തിന്റെ ബുദ്ധി അച്ഛാദില മറച്ചു. വിവർത്തനം. വാസ്തവത്തിൽ സരസ്വതി ദേവി ദിഗ്വിജയ ശ്ലോകം അശുദ്ധമായ രീതിയിൽ എഴുതാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അതിനു പുറമെ അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവൾ അദ്ദേഹത്തിന്റെ ബുദ്ധി മറയ്ക്കുകയും മഹാപുരന്റെ ബുദ്ധി വിജയിക്കുകയും ചെയ്തു. എന്താണ് അവിടെ ദേവി തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ അവസ്ഥ കൊണ്ട് എത്തിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ഉന്നതമായ ഒരു അവസരത്തെ എത്തിക്കാനായിട്ട്. ഇത്രയും വർഷം ദേവിയെ ഉപാസിച്ച കാരണം ദേവി സംപ്രീതിയായി. അങ്ങനെ ഇദ്ദേഹത്തിന് യഥാർത്ഥ ലക്ഷ്യം എവിടെയാണ് എത്തേണ്ടത്, ആരെയാണ് അറിയേണ്ടത്, ഏതറിഞ്ഞാൽ എവിടെ ആരുടെ അടുത്ത് എത്തിയാൽ പിന്നെ വേറെ എവിടേക്കും പോകേണ്ടതില്ല, ഈ ജന്മമരണ ചക്രത്തിൽ നിന്നും ഒരു മോചനം, ഇനി ജനിക്കേണ്ട അവസ്ഥ, ഇനി വീണ്ടും ഒരു രൂപം ശരീരം എടുക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ദേവിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ദേവി ഇങ്ങനെയൊക്കെ ചെയ്തത്. താപേ ശിഷ്യഗണ സഭ ഹാസിദേ ലാഗില, തസഭ നിഷേധി പ്രഭു കവിരെ കഹില. താപേ ആ സമയത്ത് ശിഷ്യന്മാർ സഭ എല്ലാം ഹാസിദേ പരിഹസിക്കാൻ ലാഗില ആരംഭിച്ചു. തസഭ എല്ലാവരും നിഷേധി വിലക്കുക, പ്രഭു കവിരെ കവിയോട് കഹില പറഞ്ഞു. വിവർത്തനം. അപ്രകാരം കവിവര്യൻ പരാജിതനായപ്പോൾ അവിടെ ഇരുന്നിരുന്ന മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിഹാസപൂർവ്വം ഉച്ചത്തിൽ ചിരിച്ചു. പക്ഷെ അവരോട് അങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട മഹാപ്രഭു കവിയെ ഇപ്രകാരം സംബോധന ചെയ്തു. അപ്പോൾ നമ്മളും കാണാറുണ്ട് അല്ലെ, ആരെങ്കിലും ഒരു തർക്കത്തിലോ വാഗ്വാദത്തിലോ ഏർപ്പെട്ട് എന്തായാലും ഒരാൾ തോൽക്കും, ഒരാൾക്ക് മേലേക്ക് തർക്കം നടന്നുകൊണ്ട സമയത്ത് ഒരാൾ മേലേക്ക് നേടും, കുറച്ച് സമയത്തേക്ക് പിന്നെ അടുത്ത ആള് താഴേക്ക് വരും, പിന്നെ മറ്റേ ആൾ മുകളിലേക്ക് വരും. അങ്ങനെ ഈ വാഗ്വാദം എപ്പോഴും അങ്ങനെയാണല്ലേ, ചർച്ചയോ അല്ലെങ്കിൽ തർക്കങ്ങൾ നടക്കുമ്പോൾ. അപ്പോ ഈ രണ്ടുപേരും തമ്മിൽ തർക്കമാണെങ്കിൽ ഈ രണ്ടുപേർക്കും ആൾക്കാരുണ്ടാവും അല്ലെ, കൂട്ടാളികൾ അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവര്. അപ്പോ ഈ മുകളില് മേൽക്കൈ നേടുന്ന ആളെ അദ്ദേഹത്തിന്റെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ എതിർപക്ഷത്തുള്ള ആളിനെ അവഹേളിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. സാധാരണ ഈ എന്താ പറയാ ആൾക്കാര്, ആത്മജ്ഞാനം ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ പ്രോത്സാഹിപ്പിക്കും. അവളുടെ അതിൽ തന്നെ വലിയ അഹങ്കാരം കുറച്ചുകൂടെ കൂടും. കൊള്ളാം, എന്റെ ആൾക്കാർ എന്നെ അതനുസരിച്ച് ഈ ആളുടെ അഹങ്കാരം കൂടി വരികയാണ്. ആ സമയത്ത് അണികളും അനുയായികളാണ് ആൾക്കാരെ ശരിക്കും നശിപ്പിക്കുന്നത്, ലീഡേഴ്സിനെ, നേതാക്കന്മാരെ. അപ്പോ പക്ഷെ മഹാപ്രഭു എന്ത് പറഞ്ഞു? നിങ്ങൾ മിണ്ടാതിരിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് ശരിക്കും ഒരു ആധ്യാത്മികത മനസ്സിലാക്കിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി നമ്മൾ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരെ അങ്ങനെ അവമാനിക്കാൻ വേണ്ടി ആകരുത്. മഹാപ്രഭുവിന്റെ എന്താ പറയാ ഉദ്ദേശം ഈ വ്യക്തി അവമാനിച്ച് വലിയ ആളായി, ഞാൻ സ്വയം വലിയ ആളാവണമെന്ന ആഗ്രഹത്തിലല്ല ശരിക്കും പറഞ്ഞാൽ. തർക്കങ്ങളാവാം, ശാസ്ത്രത്തിന്റെ ഒരു പാതയിലൂടെ അല്ലെ, ശാസ്ത്ര
ചക്ഷുവിലൂടെ അല്ലെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നമുക്ക് നല്ല ചർച്ചകളും തർക്കങ്ങളൊക്കെ ആവാം. ഈ വാഗ്വാദം ഇന്നത്തെ പോലെ നമ്മളെ ഈ ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയും അസഭ്യം പറയുന്നതല്ല തർക്കം എന്ന് പറയുന്നത്. ശാസ്ത്രത്തെ എടുത്ത് കോട്ട് ചെയ്ത് ശാസ്ത്രം ഈ വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുരാണത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സഭ്യമായ ഭാഷയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിച്ചു കൊടുത്താണ് അവര് പണ്ട് കാലങ്ങളിൽ തർക്കം, അല്ലെങ്കിൽ തർക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തർക്കം ചിന്തിക്കുന്നതാണ് ഒരു തല്ലുകൂടൽ മാത്രമാണ്. അങ്ങനെയല്ല, ശാസ്ത്രം എടുത്ത് ഉദ്ധരിച്ച് അതിന്റെ ശരിതെറ്റുകളാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അവർ വ്യക്തിപരമായിട്ട് അപ്പോഴും അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, അവരുടെ സിദ്ധാന്തങ്ങൾ തമ്മിലാണ് പ്രശ്നം. അപ്പൊ ഈ ജയിക്കുന്ന ആള് ആ സിദ്ധാന്തത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അയാൾ സിദ്ധാന്തം ജയിച്ചു. ആ വ്യക്തിയല്ല ജയിക്കുന്നത്, അവിടെ സിദ്ധാന്തമാണ് ജയിക്കുന്നത്. അതുകൊണ്ട് മഹാപ്രഭു പറഞ്ഞു അങ്ങനെ കളിയാക്കാൻ പാടില്ല. ശരിക്കും ഒരു ആത്മീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ, ഒരു സാത്വികനായിട്ട് മനുഷ്യന്റെ ഗുണം അതായിരിക്കണം. മഹാപ്രഭുന്റെ ഉദ്ദേശം ഇയാൾ അവഹേളിച്ചു വിടുക എന്നുള്ളതല്ല, അദ്ദേഹത്തിന് നമ്മുടെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് മഹാപ്രഭുവിന്റെ ലക്ഷ്യം. ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ ശരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളൊക്കെ ഈ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർ, ഭഗവാന്റെ സന്ദേശം മറ്റുള്ളവരെ എത്തിക്കുന്ന ആൾക്കാര്, മഹാപ്രഭുവിന്റെ അനുയായികൾ നമ്മളൊക്കെ അല്ലെ, നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. നമ്മൾ പ്രീച്ച് ചെയ്യാനൊക്കെ പോകുമ്പോൾ പല സമയത്തും നമ്മൾ പലതരത്തിലുള്ള വ്യക്തികളെയും പരിചയപ്പെടാറുണ്ട്. എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് നമുക്കറിയാമല്ലോ. അപ്പൊ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് അന്ന് വരെ നല്ലൊരു സത്സംഗം കിട്ടിയിട്ടുണ്ടാവില്ല, നല്ലൊരു പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ആചാര്യനെയോ അല്ലെങ്കിൽ ആ പരമ്പരയിലെ ഒരു ഗണ്യമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം ഒരു കാലത്ത്. നമ്മളൊക്കെ ഈ ഫിലോസഫി മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങളും തെറ്റായ ധാരണകളും പഠിച്ചു വെച്ചിട്ട് അത് അനുഷ്ഠിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ മറ്റുള്ള ഒരു പുതിയ ആളോട് സംസാരിക്കാൻ നമ്മളും മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. വളരെ സ്നേഹത്തോടുകൂടി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അവരോട് തർക്കിച്ച് അവരെ ജയിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ഒരു ലക്ഷ്യം. അവർക്ക് ഒരിക്കലും മനസ്സിനൊരു വേദന ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ജയിക്കണം, നമ്മുടെ വാദം ജയിക്കണം, ആർഗ്യുമെന്റ് ജയിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ആർഗ്യുമെന്റ് ജയിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ ഹൃദയം വെല്ലാൻ നമുക്ക് സാധിക്കാതെ. എപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് നമ്മൾ സാധാരണ പ്രീച്ച് ചെയ്യുമ്പോൾ മാത്രമല്ല പൊതുവെ എപ്പോഴായാലും സാധാരണ വ്യവഹാരത്തിലായാലും നമ്മളൊരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം നമ്മുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ കീഴടക്കണം. എങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ അദ്ദേഹം കേൾക്കും, ആ വ്യക്തി കേൾക്കും, അനുസരിക്കും. അല്ലാതെ നമുക്ക് ആരെയും അങ്ങനെ ഫോഴ്സ്ഫുള്ളി ശക്തി പ്രയോഗിച്ചു അല്ലെങ്കിൽ വാഗ്വാദത്തിൽ തോൽപ്പിച്ചു വിട്ടാൽ ചിലപ്പോൾ വാഗ്വാദം നമ്മൾ ജയിക്കുമായിരിക്കും, പക്ഷെ ആ വ്യക്തി ജാജീവനാഥം നമ്മുടെ അടുത്തേക്ക് പിന്നെ വരില്ല, ആ ഒരു ആത്മബന്ധം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ ഓരോ വ്യക്തികളോട് ഇടപഴകാനായിട്ട്. ശ്ലോകം 99. തുമി ബഡ പണ്ഡിത മഹാകവി ശിരോമണി താന്റെ മുഖേ ബഹിരായ ഐച്ചേ കവ്യവാണി. തുമി താങ്കൾ, ബഡ പണ്ഡിത അഗാധമായ ജ്ഞാനമുള്ള പണ്ഡിതൻ, മഹാകവി എല്ലാ മഹാകവികളുടെയും ശിരോമണി ഏറ്റവും ഉന്നതനായ, താന്റെ അവരുടെ മുഖേ വായിൽ, ബാഹിരായ ഉത്ഭവിക്കുന്നു, ഐച്ചേ അത്തരം, കവ്യവാണി കവിഭാഷ. വിവർത്തനം: താങ്കൾ മഹാപണ്ഡിതനും കവി ശിരോമണിയുമാണ്. അല്ലാത്ത പക്ഷം താങ്കളുടെ മുഖത്ത് നിന്ന് ഇത്തരമൊരു സുന്ദരകാവ്യം എങ്ങനെ വരും എന്ന് ഭഗവാൻ ചോദിക്കാൻ. ത്വമാര ശ്ലോകം 100. ത്വമാര കവിത്തേന ഗംഗാജലധാര തോമാ സമ കവി കോഥ നാഹി देखियाര. ത്വമാര താങ്കളുടെ കവിത പ്രതിഭ, ഈന പോലെ, ഗംഗാജലധാര ഗംഗാജലത്തിന്റെ പ്രവാഹം പോലെ, തോമാസമ താങ്കളെ പോലെ, കവി കോഥ കവി കോഥ എവിടെയും, നാഹി ഇല്ല, ദേഖി കാണുക, ആരാ മറ്റാര്. വിവർത്തനം: താങ്കളുടെ കാവ്യവൈഭവം ഗംഗാജലത്തിന്റെ അനശ്വത പ്രവാഹം പോലെയാണ്. താങ്കളോട് മത്സരിക്കാൻ കഴിവുള്ള ഒരു കവിയും ഈ ലോകത്തിൽ ഞാൻ കാണുന്നില്ല. ശ്ലോകം 101. ഭവഭൂതി ജയദേവ ആര കാളിദാസ താൻസ ബാര കവിത്തെ അച്ഛേ ദോഷേര പ്രകാശം. ഭവഭൂതി ജയദേവൻ, ആര കാളിദാസൻ, താൻ, സബാര അവരെല്ലാം, കവിത്തെ കാവ്യശക്തിയിൽ,
ആച്ചേ ഉണ്ട്, ദോഷങ്ങളുടെ പ്രകാശ ആവിഷ്കാരം, വിവർത്തനം. ഭവഭൂതി, ജയദേവൻ, കാളിദാസൻ തുടങ്ങിയ മഹാകവിയുടെ കാവ്യങ്ങളിൽ പോലും ദോഷങ്ങളുടെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന മഹാകവികൾ ഭവഭൂതി, അതുപോലെ തന്നെ കാളിദാസൻ ഏറ്റവും നമുക്ക് അറിയാവുന്ന അല്ലെ, പുതിയ മലയാളികൾക്ക് അറിയപ്പെടുന്നത് കാളിദാസനെ പറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ജയദേവകവി നമുക്കറിയാം, ഇസ്കോണിൽ വന്ന ശേഷം കൂടുതലായിട്ട് നമുക്ക് ജയദേവ് ഗോസ്വാമിയെ പറ്റി നമുക്കറിയാം അല്ലെ. 11ാമത്തെ ചാപ്റ്ററിൽ ജയദേവ് ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ അഷ്ടപതികൾ നമ്മൾ പറയുന്ന ഗീതാ ഗോവിന്ദം, ദശാവതാര സ്തോത്രം ഇതൊക്കെ എഴുതിയ പണ്ഡിതനായിട്ടുള്ള നമ്മുടെ ഒരു ആചാര്യനായിരുന്നു ജയദേവ് ഗോസ്വാമി, ജയദേവ് കവികൾ എന്നറിയപ്പെടുന്നു. ഈ കാവ്യങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ അവർക്ക് പോലും ചില സമയത്ത് തെറ്റുകൾ പറ്റാം. പക്ഷെ തെറ്റുകളെക്കാളും കൂടുതൽ അവരുടെ എന്താ പറയാ വൈഭവം, ആ ഒരു കഴിവാണ് അവിടെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തെറ്റുകളൊക്കെ ചെറുതായിട്ട് നമ്മൾ ചില ഇത് ചെയ്യാറില്ലേ, ചില കണക്കുകൾ കൂട്ടുമ്പോൾ ചില സംഖ്യകളൊക്കെ നെഗ്ലിജിബിൾ എന്ന് പറയും അല്ലേ, താരതമ്യേന ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ചില വാല്യൂസ് നമ്മൾ എടുക്കാറില്ല. നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ചില വാല്യൂ നമ്മൾ എടുക്കാറില്ലല്ലോ. അതുപോലെ ഈ ഇത്രയും മഹാഗുണങ്ങളുള്ള ഇതിൽ ആ ചെറിയൊരു ഇത് എന്താ പറയാ, ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയൊരു അതങ്ങ് അവഗണിക്കാറുണ്ട്. അത് ശ്ലോകം 102. ദോഷഗുണ വിചാര ഈ അല്പകാരിമാനി കവിത്വകാരണ ശക്തി തൻഹാസേ വാഖാനി. ദോഷഗുണ വിചാര, ഗുണദോഷ നിരൂപണം. ഇത് അല്പ അവഗണനാർഹമായ കരി ചെയ്യുന്നത് മാനി ഞാൻ ആലോചിക്കുന്നു. കവിത കാവ്യപ്രതിഭ, കരണേ പ്രകടനത്തിൽ, ശക്തി താൻഹ അത്, സേ നമ്മൾ, വാഖാനി വിവരിക്കുക, വിവർത്തനം. അങ്ങനെയുള്ള തെറ്റുകൾ അവഗണിക്കപ്പെടേണ്ടതാകുന്നു. അത്തരം കവികൾ അവരുടെ കാവ്യപ്രതിഭ എങ്ങനെയാണ് പ്രകാശിപ്പിച്ചിട്ടുള്ളതെന്ന് മാത്രമാണ് നോക്കേണ്ടത്. ഭവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധം 5ാം അധ്യായം 11ാം ശ്ലോകം. തദ്വാഗ്വിസർഗോ ജനധാഗ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബധ്യവത്യഭിः നാമാന്യനന്ദസ്യ ശോങ്കിതാനി യച്ഛൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഭഗവത് മഹിമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ അനുഭവം കുറഞ്ഞവർ നിരവധി ന്യൂനതകളുള്ള കാവ്യങ്ങൾ രചിച്ചേക്കാം. പക്ഷെ അവ ഭഗവാന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നവയായതിനാൽ മഹാ വ്യക്തികൾ അവ വായിക്കുകയും ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നു. ഒരുവൻ ഒരു കാവ്യത്തിന്റെ സാഹിത്യപരമായ ചെറിയ ന്യൂനതകൾ കാര്യമാക്കാതെ അതിന്റെ പ്രതിപാദ്യ വിഷയത്തിന്റെ യോഗ്യത പരിഗണിച്ച് കാവ്യം പഠിക്കണം. വൈഷ്ണവ തത്വശാസ്ത്രം അനുസരിച്ച് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഏത് സാഹിത്യവും അത് ശരിയായി രചിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും ഒന്നന്തരമാണ്. അവിടെ മറ്റു പരിഗണനകളുടെ ആവശ്യമില്ല. മാലതി മാധവം, ഉത്തരചരിതം, വീരചരിതം തുടങ്ങിയ സംസ്കൃത നാടകങ്ങളാണ് ഭവഭൂതിയുടെ അഥവാ ശ്രീകണ്ഠന്റെ കാവ്യസൃഷ്ടികൾ. ഭോജരാജന്റെ കാലത്ത് നീലകണ്ഠൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായാണ് ഈ മഹാകവി ജനിച്ചത്. കാളിദാസൻ ഉന്നതി പ്രാപിച്ചത് വിക്രമാദിത്യ മഹാരാജാവിന്റെ കാലത്തായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആസ്ഥാന കവിയായി തീരുകയും ചെയ്തിരുന്നു. അദ്ദേഹം കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത് തുടങ്ങിയ 30-40 സംസ്കൃതകൾ രചിച്ചു. അദ്ദേഹത്തിന്റെ രഘുവംശം എന്ന കൃതി വിശേഷിച്ചു ഏറെ പ്രശസ്തമാണ്. ജയദേവനെ കുറിച്ചുള്ള വിവരണം നാം നേരത്തെ തന്നെ ആദിലീലയുടെ 13ാം അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലെ, ഏതൊരു സ്തുതിയും ഭഗവാന്റെ സേവനത്തിൽ ഭഗവാൻ അത് എടുക്കാറുണ്ട്. ഭഗവാൻ അത് സംതൃപ്തനാവാറുണ്ട്. നമ്മുടെ പാണ്ഡിത്യമോ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ പദവിയോ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ എന്താ പറയാ അനുയായികളുടെ എണ്ണമോ നോക്കിയിട്ടല്ല ഭഗവാൻ നമ്മുടെ സമർപ്പണം ഭഗവാൻ സ്വീകരിക്കുന്നത്. നമ്മുടെ ഭഗവാനോടുള്ള ഭക്തിയും ആ സ്നേഹവും ആത്മാർത്ഥയും മാത്രമേ ഭഗവാൻ നോക്കാറുള്ളൂ അല്ലെ. ചെറിയൊരു ബാലകനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവിന് അനുഗ്രഹം കൊടുത്തു, ധ്രുവ മഹാരാജൻ അനുഗ്രഹിച്ചു ഭഗവാൻ. ചെറിയ കുട്ടികളാണ്, ഇവർക്ക് എന്ത് പൗരുഷം, എന്ത് ഇതുണ്ട്, ഒന്നും ഇല്ല. അവർക്ക് ആ നിഷ്കളങ്കമായ ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ആ ഒരു ശൗര്യമാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാല് ഉഗ്രസേന മഹാരാജാവിനെ വീണ്ടും രാജാവായിട്ട് അഭിഷേകിക്കുന്നുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കുന്ന ഭഗവാൻ? അദ്ദേഹത്തിന് പൗരുഷമുണ്ട്, അപ്പൊ വൃദ്ധനാണ്. ആ വൃദ്ധന്റെ ആ ഒരു അവസ്ഥയിലും ഭഗവാൻ അത് അനുഗ്രഹിക്കുന്നുണ്ട്, പൗരുഷം കണ്ടിട്ടൊന്നും അല്ല.
അതുപോലെ വ്യാധന് ധർമ്മമില്ലാത്ത ഒരാളാണ് വ്യാധന് ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. കുബ്ജിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്, സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. അപ്പോ ഭഗവാൻ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരു ഗുണഗണങ്ങൾ നോക്കിയിട്ടല്ല ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം മാത്രമാണ് ഭഗവാൻ അറിയാൻ പറ്റും, അല്ലേ? കാരണം ജനാർദ്ദനായിട്ടുള്ള ഭഗവാൻ എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നതാണ്, അന്തര്യാമിയാണ്. നമ്മുടെ ഹൃദയം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഒരേ ഒരാള് ഈ പരമാത്മാ ഭഗവാൻ മാത്രമാണ്. മറ്റുള്ള ആൾക്കാരെ നമുക്ക് എത്ര വേണേൽ പറ്റിക്കാം. ഞാൻ വലിയ ഭക്തനാണ്, പോലെ വലിയ തിലകിടാം, വലിയ കണ്ടിമാല ഇടാം, നമുക്ക് എന്താ പറയുക, വലിയ കസവുള്ള ധോത്തി എടുക്കാം, ഇതൊക്കെ ചെയ്ത് നമ്മൾ നടന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് ഭഗവാൻ മാത്രം അറിയും. വേറെ ആർക്കും മറ്റുള്ള ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ കലിയുഗത്തിൽ പൊതുവെ മറ്റുള്ള പരഹൃദയ ജ്ഞാനം ഉള്ളവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവരൊന്നും ഇല്ല നമ്മുടെ സമൂഹത്തിൽ, ഇല്ല, പൊതുസമൂഹത്തിൽ വരാറില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ചിന്താഗതിയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരു യാതൊരു കഴിവില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതിരിക്കാൻ നല്ലത്. അങ്ങനെ ഒരു സ്ഥിതി നമുക്ക് കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ പിന്നെ ഒരാളോടും നമുക്ക്, ബന്ധുക്കളോടായാലും ശരി, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു സ്നേഹബന്ധം നമുക്ക് ആത്മാർത്ഥത്തോടെ നിലനിർത്താൻ സാധ്യമല്ല, പെരുമാറാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇയാളുടെ മനസ്സ് എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥിതികൾ ഇല്ലാണ്ടിരിക്കാൻ നല്ലത് നമുക്കൊക്കെ. അപ്പോ ഭഗവാന് ഈ ഒരു സിദ്ധി ഭഗവാനുണ്ട്. ഹൃദയത്തിനുള്ളിൽ ഇരുന്ന് എല്ലാം അറിയാൻ പറ്റും. നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിക്കണം എന്ന്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ തെറ്റായിട്ട് കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജൈത്യഗുരുവായിട്ട് ഭഗവാൻ ഇരുന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ്, അത് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനപ്പുറമായിട്ട് നമ്മൾ അതിനെ മറച്ചു വെച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, മറികടന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്തിട്ട് കിട്ടുന്ന അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ തന്നെ ഇരുന്ന് കരയും. എന്നിട്ട് എന്ത് ചെയ്യും? ഭഗവാൻ അടുത്ത് പോയിട്ട് പറയും, നാലുണ്ട് ഭഗവാൻ, ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ വരെയല്ലേ, എന്നിട്ട് എന്ത് എനിക്ക് ഇങ്ങനെ വന്നത്? എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് എന്നാലും ഇങ്ങനെ വരുത്തിയല്ലോ, അല്ലേ? ആരാണ് കാരണം? നമ്മൾ തന്നെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തി ദോഷം കൊണ്ട് വരുത്തി വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ തേളിനെ പോലെയാണ് നമ്മൾ, അല്ലേ? തേൾ എങ്ങനെ മരിക്കുന്നത് അറിയാലോ. സ്വന്തം ശാസ്ത്രം പറയുന്നത് തേള് സ്വന്തം വാലില വിഷം അതിന്റെ, സ്വന്തമായിട്ട് കടിച്ചു തന്നെ അത് സ്വയം മരിക്കലെന്നാണ് പൊതുവെ പറയാറ് തേളുകൾ. നമ്മൾ അതുപോലെ സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടാണ് നമ്മൾ ഓരോന്നും വരുത്തി വെക്കുന്നത്. എന്നിട്ട് പറയും, അയ്യോ ഗുരുവായൂരപ്പ, എന്നാലും എനിക്കിത് വരുത്തിയല്ലോ നീ എന്ന് പറഞ്ഞ വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. അത് അടുത്ത ശ്ലോകം 103. ശൈവാചാപല്യകിച്ചു നാലാഭേ അമര ശിശേര സമാനമോയി നാഹന്തമാര. ശൈശവ ബാലിശമായ, ചാബല്യം കിച്ചു എന്തെങ്കിലും, ഇല്ല, ലഭേ എടുക്കുക, അമര എന്റെ, ശിഷ്യന്മാരുടെ, സമാന തുല്യമായി, മൊയ് ഞാൻ, അല്ല, ഹൻ ആകുന്നു, തൊമാര താങ്കളുടെ. വിവർത്തനം: ഞാൻ താങ്കളുടെ ശിഷ്യനാകാൻ പോലും യോഗ്യനല്ല. അതിനാൽ ഞാൻ ബാലിശമായ എന്തെങ്കിലും ചാബല്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഗൗരവത്തിൽ എടുക്കാതിരുന്നാലും. ശ്ലോകം 104. ആജീവാസ യഹ കാലി മിലിഭ അപര ശുനിഭ ത്വമാര മുഖേ ശാസ്ത്രേര വിചാരം. ആജി ഇന്ന്, വാസ വിശ്രമസ്ഥലം, യാഹ തിരിച്ചു പോവുക, കാലി നാളെ, മിലിബ നമ്മൾ കണ്ടുമുട്ടും, അപര വീണ്ടും, ശുനിഭ ശ്രവിക്കാൻ, ത്വമാര മുഖേ അങ്ങയുടെ വക്തത്തിൽ നിന്ന്, ശാസ്ത്രേര ശാസ്ത്രങ്ങളിൽ, വിചാര സംവാദം. വിവർത്തനം: ദയവായി ഇന്ന് തിരിച്ചു ചെന്നാലും നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ താങ്കളുടെ വക്ത്രത്തിൽ നിന്ന് എനിക്ക് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള സംവാദം ശ്രമിക്കാനാകും. 105. ഏയ് മതേ നീച്ച ഘരേ ഗല ദുയി ജന കവി രാത്രി കേല സരസ്വതി ആരാധന. ഏയ് മതേ ഈ വിധത്തിൽ, നിജ ഘരേ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക്, ഗല തിരിച്ചുപോയി, ദുയി ജന അവർ ഇരുവരും, കവി രാത്രിയിൽ, കൈല ചെയ്തു, സരസ്വതി ഇവിടെ ആരാധന. വിവർത്തനം: ഇപ്രകാരം ഇരുവരും അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി. അനന്തരം രാത്രിയിൽ കവി സരസ്വതി ദേവിയെ ഭജിച്ചു. മഹാപ്രഭു പറയാണ്, എന്തായാലും ഇത്രയും സമയം ആയല്ലോ താങ്കൾ ഇനി. അപ്പൊ അദ്ദേഹത്തിന് വളരെ വിഷമമായെന്ന് മഹാപ്രഭു മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് മഹാപ്രഭു ഇങ്ങനെ ഒരാളെയും മനസ്സ് വിഷമിപ്പിച്ച് വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ സ്വയം താഴ്ന്നുകൊണ്ട് എളിമത്തോടുകൂടി ഭഗവാൻ, ഇതും വെറുതെ അഭിനയമല്ല,
നമ്മൾ പറയും ഹരേ കൃഷ്ണ പ്രഭുജി ദണ്ഡവത് പ്രണാംസ് നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പം ചിലപ്പോൾ അത്ര ഒരു എളിമത്തൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ മഹാപ്രഭു അങ്ങനെയല്ല, സ്വയം ആത്മാർത്ഥമായിട്ട് പറയാണ്, അങ്ങ് വിഷമിക്കണ്ട, ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഒരു എന്റെ ബാലചാബല്യമായിട്ട് അല്ലെ, കുട്ടികൾ നമ്മളെ അങ്ങനെ പലതും പറയാറുണ്ട് അല്ലെ, ഇങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ നമ്മളെ അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കുട്ടികൾ നമ്മളെ കളിയാക്കും പോലെ അല്ലെങ്കിൽ അവഹേളിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ നമുക്കത് തോന്നും, അങ്ങനെ ഫീൽ ആവാറില്ല. അതുപോലെ തന്നെ അങ്ങ് എടുത്താൽ മതി, എനിക്ക് അങ്ങനെ ശിഷ്യനാവാൻ പോലും യോഗ്യതയില്ലാത്തൊരു ചെറിയ ബാലനാണ് ഞാൻ. പക്ഷെ ഈ പറയുന്ന സമയത്ത് അതിന് ഒരുപാട് ശിഷ്യന്മാർ അപ്പുറത്തിരിപ്പുണ്ട്, അത് നമ്മൾ ഓർക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ വളരെ, നമ്മളാരെങ്കിലും ചെയ്യും അങ്ങനെ ഒരു വർഗ്ഗം നടക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കണം, നമ്മുടെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ബന്ധുക്കളും, നമ്മൾ ഒരിക്കലും നമ്മൾ സ്വയം താഴാൻ ശ്രമിക്കില്ല. പുറത്ത് നമ്മൾ പലപ്പോഴും കാണാറില്ല, പുറത്തല്ലേ ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും വഴക്കുണ്ടാകുമ്പോഴൊക്കെ ഈ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് ശൗര്യം കുറച്ച് കൂടുതൽ കാണിക്കും. എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും അത്. അപ്പോ പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു ഇവിടെ? സ്വയം താഴ്ന്നു കൊടുക്കുകയാണ്. അതെപ്പോഴും അങ്ങനെ വേണ്ട, എപ്പോഴും ഒരാൾ എപ്പോഴും താഴ്ന്നു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ തർക്കിച്ച് സാധാരണ ജീവിതത്തിൽ പറയാം, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലായാലും രണ്ടുപേരും തർക്കിച്ചർക്കിച്ച് അങ്ങനെ വെക്കുന്നത് ഒരിക്കലും അതിന്റെ അവസാനം ഉണ്ടാവില്ല. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ, ഒരു ആറ്റം ബോംബിന്റെ റിയാക്ഷൻ പോലെ അതിങ്ങനെ ഞാൻ ഒന്ന് പറയും, അവിടെ നിന്ന് 10 വരും, 10 പറയും, ഇവിടെ നിന്ന് 20 പറയും, അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും, അതിന്റെ അവസാനം ഉണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാലോ അവിടെ ശാന്തത കൈവരും. വിട്ടുകൊടുക്കുന്ന ആള് ഈ കഴിവ് കുറഞ്ഞ ആളോ അല്ലെങ്കിൽ കഴിവുകെട്ട ആളോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ചുമ്മാ പറഞ്ഞോട്ടിക്കല്ലെങ്കിൽ പറ്റും, പക്ഷെ അത് ക്ഷമിക്കാനും സഹിക്കാനും എല്ലാവർക്കും പറ്റണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ശരിക്കും ധീരൻ എന്ന് പറയണത്. വരും വരായികൾ ചിന്തിച്ച് ഇതിന്റെ സമയനഷ്ടം, എനർജി നഷ്ടം ഇതെല്ലാം കണക്കിലെടുത്ത് അടുത്തുള്ള പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സമയം, എന്തെങ്കിലും നമുക്ക് കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉണ്ടല്ലോ, അത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഈ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിരിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് വിട്ടുകൊടുക്കും, അവർക്ക് തർക്കിച്ച് കളയാൻ സമയമില്ല. അതുപോലെയാണ് മഹാപ്രഭു ഇവിടെ വിട്ടുകൊടുക്കുകയാണ്, സ്വയം താഴ്ന്നു കൊടുക്കുകയാണ്. ഞാനൊരു കുട്ടിയാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, താങ്കൾ ദയവായി വീട്ടിലേക്ക് പോയാലും പോയി റെസ്റ്റ്. അപ്പൊ എന്താ ഒരു കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ പറയാ, ഒരു മനസ്സിന്റെ കലുഷിതമൊക്കെ മാറും എന്ന ഉദ്ദേശം മഹാപ്രഭു പറഞ്ഞേക്കാണ്. നാളെ നമുക്ക് കണ്ടുമുട്ടാം, അങ്ങയുടെ ഒരുപാട് അറിവുകൾ എനിക്ക് നേടാനുണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ അയക്കുകയാണ് അതിന്റെ. സരസ്വതി സ്വപ്നെ തന്റെ ഉപദേശ കൈല സാക്ഷാത് ഈശ്വരകാരി പ്രഭു ജാനില. സരസ്വതി ദേവി സ്വപ്നത്തിൽ തന്റെ ഇദ്ദേഹത്തോട് ഉപദേശിച്ചു, കൈല നൽകി, സാക്ഷാൽ ഈശ്വരൻ കരി സ്വീകരിച്ച്, പ്രഭുക്കെ ഭഗവാൻ ജാനില മനസ്സിലാക്കി, വിവർത്തനം. സ്വപ്നത്തിൽ സരസ്വതി ദേവി അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് അറിവ് നൽകുകയും അവിടുന്ന് പരമദിവ്യ പുരുഷനായ ഭഗവാൻ തന്നെയാണെന്ന് കവിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഹൃദയാശി പ്രഭുപാദേ ലൈല ശരണ പ്രഭു കൃപ കൈല തന്ത്ര ഘണ്ടില ബന്ധന. ലോകം 107 പ്രാതേ പ്രഭാതത്തിൽ ആശി മടങ്ങി വന്ന് പ്രഭുപാദേ പ്രഭുവിന്റെ പാദങ്ങളിൽ ലായില സ്വീകരിച്ചു, ശരണം ആശ്രയം പ്രഭു ഭഗവാൻ കൃപ കാരുണ്യം കൈല പ്രകടിപ്പിച്ചു, താൻഡ്ര അദ്ദേഹത്തിന്റെ ഖണ്ഡിച്ചു, ബന്ധനങ്ങൾ. വിവർത്തനം. അടുത്ത പ്രഭാതത്തിൽ കവി തിരിച്ചു വന്ന് മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അപ്പോൾ അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൗതിക ബന്ധനങ്ങൾ വിച്ഛേദിച്ചു. അപ്പോ സരസ്വതി ദേവിയുടെ യജമാനൻ ശരിക്കും സാക്ഷാൽ ഭഗവാനാണല്ലോ, അല്ലെ? അപ്പം ഈ ഭക്തന് ഇത്രയും വിഷമമുണ്ടായപ്പോ അദ്ദേഹം പോയി ചോദിച്ചു, ദേവി എന്തിനാണ് എന്നെ എങ്ങനെ അപമാനിച്ചത്? കേവലം ഒരു ബാലകന്റെ മുമ്പിൽ എത്രമാത്രം ഞാൻ ഇത്രയും കാലം ചെയ്ത പൂജ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ, എന്റെ മന്ത്രങ്ങൾ പഴച്ചോ, അനുഷ്ഠാനം പഴച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി സ്വപ്നത്തിൽ ദർശനം കൊടുത്ത് പറയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ വിഷമിക്കണ്ട, നിന്നൊരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചതാണ്, കാരണം എവിടെ എത്തേണ്ടവനാണോ അവിടെ നിന്നെ എത്തിക്കാനുള്ള ഒരു ലീലയാണ് ഞാൻ ചെയ്തത് എന്ന് ദേവി പറയുന്നുണ്ട്. അങ്ങനെ മഹാപ്രഭു ആരാണെന്നും സ്വയം സാക്ഷാൽ പരമപുരുഷനാണുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നും മനസ്സിലായി ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു സ്വരൂപം മനസ്സിലാക്കിയതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ അദ്ദേഹം നേരെ വന്ന് മഹാപ്രഭുവിന് സാഷ്ടാംഗം പ്രണമിച്ച് ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ മഹാപ്രഭു അദ്ദേഹത്തിന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് അങ്ങനെ അനുഗ്രഹം ചൊരിയാണ്.
എല്ലാ സാഹചര്യങ്ങളിലും എന്നെ ശരണം പ്രാപിക്കുന്ന ഭഗവാൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശുപാർശ ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്യുന്നത്. ദിഗ്വിജയി ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടുത്തെ ആനുകൂല്യം നേടിയ ഒരുവൻ ഭൗതിക ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുന്നു. ഗീതയിൽ പറയുന്നു. അധ്യായം 4 ശ്ലോകം 9. തെക്വാദേഹം പുനജന്മ നൈതി മാമേതി സോർജുന. അർജുനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വീണ്ടും ഇവിടേക്ക് ജനിക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ പോവാം. ദേഹം പുനർജന്മത്തിന്റെ ആവശ്യം വരുന്നില്ല. യാതൊരുവൻ ഭഗവാന്റെ ശരണത്തിൽ വന്ന് ശരണം പ്രാപിച്ച് ഭഗവാൻ അനുഗ്രഹം നേടി ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ സ്വധാമത്തിലേക്ക് തന്നെ അദ്ദേഹത്തിനുള്ള യാത്ര തരപ്പെടുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഭൗതികമായ ശരീരം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ അല്ലെ 18ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ, 66ാം ശ്ലോകം എന്ന് തോന്നുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ വിഷമിക്കണ്ട, എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ശരണം പ്രാപിക്കൂ. ഭൗതികമായിട്ടുള്ള ഓരോ ധർമ്മങ്ങളും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അല്ലെ, രാഷ്ട്രധർമ്മം, ജാതിധർമ്മം, കുലധർമ്മം, അങ്ങനെ പല ധർമ്മങ്ങളുണ്ട്. പക്ഷേ സാക്ഷാൽ വാസുദേവനായിട്ടുള്ള നാരായണന്, ഭഗവാൻ പരപുരുഷനെ ആരാധിക്കുക, ശരണം പ്രാപിക്കുക എന്നൊരു പരമായ ധർമ്മത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ധർമ്മങ്ങളൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക് നടന്നോളൂ. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ പരംധർമ്മം എന്താണ്? ഒരു മനുഷ്യന്റെ അധോക്ഷജനായിട്ടുള്ള ഭഗവാന്റെ ശരണത്തിൽ വരിക എന്നുള്ളതാണ് ഓരോ ജീവാത്മാവിന്റെയും പരമായ ലക്ഷ്യം, അല്ലെങ്കിൽ ആത്യന്തികമായ ധർമ്മം അതാണ്. ശ്ലോകം 108. ഭാഗ്യവന്ത ദിഗ്വിജയീ സഫല ജീവന വിദ്യാബലെ പായില മഹാപ്രഭുരചരണ. ഭാഗ്യവാൻ, ദിഗ്വിജയി, സഫല, വിജയകരം, ജീവിതം, വിദ്യാബലെ പാണ്ഡിത്യത്തിന്റെ ശക്തിയാൽ പായില ലഭിച്ചു മഹാപ്രഭുവിന്റെ ചരണങ്ങൾ. വിവർത്തനം. ആ ദിഗ്വിജയി തീർച്ചയായും പരമഭാഗ്യവാനായിരുന്നു. വിദ്യാബലവും മികച്ച പാണ്ഡിത്യവും കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം സഫലമായി. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം നേടുകയും ചെയ്തു. ഭാവാർത്ഥം. ഭഗവാൻ ചൈതന്യന്റെ പാദങ്ങളിൽ അഭയം നേടുന്നതിനുള്ള ഉത്തമമായ യോഗ്യത ഏറ്റവും പതിതനായിരിക്കുക എന്നതാണെന്ന് ശ്രീ നരോത്തമദാസ് ഠാക്കൂർ ഭജന രൂപേണ പാടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മഹാപ്രഭു അവതരിച്ചത് പ്രധാനമായും പതിതാത്മാക്കളെ മോചിപ്പിക്കുന്നതിനാണ്. ഈ യുഗത്തിൽ പണ്ഡിതന്മാർ നന്നേ കുറവാണ്. ഏറെക്കുറെ എല്ലാവരും തന്നെ മാംസഭക്ഷകരും മദ്യപന്മാരും ശ്രീലംബടന്മാരും ചുതാട്ടക്കാരുമായി അധപ്പതിച്ചവരാണ്. അത്തരം വ്യക്തികൾ സ്വയം അവകാശപ്പെട്ടാൽ പോലും ഒരിക്കലും പണ്ഡിതന്മാരായി പരിഗണിക്കപ്പെടുകയില്ല. പണ്ഡിതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ ചൈതന്യ മഹാപ്രഭു പതിതാത്മാക്കളുമായി ഇടകലരുന്നത് മൂലം അവിടുന്ന് അധമവർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളവനാണെന്നും അവിടുന്ന് തങ്ങൾക്ക് ആവശ്യമില്ലെന്നും വീണ്ടുവിചാരമില്ലാതെ കരുതുന്നു. അതിനാൽ അങ്ങനെയുള്ള പണ്ഡിതന്മാർ കൃഷ്ണാബോധം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മിഥ്യാപാണ്ഡിത്യം മൂലമുള്ള ഗർവം കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നതിൽ ഒരുവനെ വിലക്കുന്ന അയോഗ്യതയാണ്. പക്ഷേ ദിഗ്വിജയി കവി മഹാപണ്ഡിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിനയാനിതമായ ശരണാഗതി മൂലം മഹാപ്രഭു അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു. പ്രത്യേക ഉദാഹരണം ഇവിടെ കാണാനാകുന്നു. ശ്ലോകം 109. ഏ സബലീല വർണ്ണിയാചേന വൃന്ദാവനദാസ ഏകിച്ചു വിശേഷ ഈഹാൻ കാരില പ്രകാശ. സഭ ഇവയെല്ലാം ലീലകൾ വർണ്ണിയാചേന വിവരിച്ചു വൃന്ദാവനദാസ് ഠാക്കൂറും ഏകിച്ചു എന്തെല്ലാം വിശേഷതകൾ ഇഹാൻ ഇത് സംബന്ധിച്ച് കരില പ്രകാശ നിർമ്മിച്ചു. വിവർത്തനം. ശ്രീ വൃന്ദാവൻദാസ് ഠാക്കൂർ ഈ സംഭവങ്ങളെല്ലാം വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹം വർണ്ണിക്കാത്ത പ്രത്യേക രംഗങ്ങൾ മാത്രമേ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇത് ആര് പറയുന്നതാണ്? കൃഷ്ണദാസ് കവരാജ് ഗോസ്വാമി പറയുന്നതാണ്. ചൈതന്യ ഗോസാനിര ലീലാമൃതിരധാര സർവേന്ദ്രിയ തൃപ്തഹായ ശ്രവണേയാഹാര. ചൈതന്യ ഗോസാനിര ലീല, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ. അമൃതത്തിന്റെ ധാര. സർവേന്ദ്രിയ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും തൃപ്തഹയ സംതൃപ്തമായിത്തീരുന്നു. ശ്രവണത്തിലൂടെ യാഹാര അവയുടെ. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ ഒരു അമൃതധാര തന്നെയാണ്.
അവ ശ്രവണം ചെയ്യുന്ന ഏതൊരുവന്റെയും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാൻ കഴിയും, അതിന് കഴിയും. ശ്ലോകം 111. ശ്രീരൂപ രഘുനാഥ പദേ യരാശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീരൂപ ഗോസ്വാമി രഘുനാഥദാസ് ഗോസ്വാമി പദേ പാദങ്ങളിൽ, യാര ആരുടെ, ആശ പ്രതീക്ഷ, ചൈതന്യ ചരിതാമൃതം എന്ന നാമുള്ള ഗ്രന്ഥം, കഹേ വിവരിക്കുന്നു, കൃഷ്ണദാസ ചില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. വിവർത്തനം. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യ സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ ഭഗവാന്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൈശോരലീലകൾ എന്ന 16-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണ്ണമാകുന്നു. അങ്ങനെ ഈ 16-ാമത്തെ അധ്യായം, ആദിലീലയിലെ 16-ാം അധ്യായം അങ്ങനെ അവസാനിക്കുക. വിജയ് പണ്ഡിറ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവോ അറിവോ പാണ്ഡിത്യമോ ഒന്നും അല്ല ഭഗവാനെ നമ്മൾ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്നത്. ഭഗവാൻ ഇതൊന്നും ഒന്നല്ല. കാരണം ഇതൊക്കെ ഭഗവാനിൽ നിന്ന് വരുന്ന ഒരു കണിക മാത്രമാണ്. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് കാണുന്ന എല്ലാ കഴിവുകളും ടാലൻസും അറിവും എല്ലാം ഭഗവാന്റെ ഒരു സ്ഫുലിംഗമാണ്. ഭഗവാൻ അല്ലെ, ചെറിയൊരു സ്ഫുലിംഗം, കണിക മാത്രമാണ്. അപ്പൊ ആ കണികയുടെ യഥാർത്ഥ ഉറവിടായിട്ടുള്ള ഭഗവാൻ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു നമുക്ക്? ഇല്ല. ഇപ്പൊ നമുക്കിപ്പോ റോഡിൽ ഒരു 25 പൈസ, ഇപ്പൊ അത് പിന്നെ അത് ഇപ്പൊ പ്രയോഗത്തിലും ഇല്ല അല്ലെ. റോഡിൽ നമ്മൾ എടുക്കാറുണ്ടോ? നമ്മൾ അവഗണിച്ചു പോകും. നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറൊന്നുമില്ല. 10 പൈസ 5 പൈസയൊക്കെ പണ്ടുണ്ടായിരുന്നു, കണ്ടാൽ നമ്മൾ എടുക്കോ? ഇല്ല. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരു നാണയശേഖരോ അങ്ങനെയൊക്കെ മാത്രമേ, അല്ലാതെ സാധാരണ രീതിയിൽ 5 പൈസ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പൊ 10 രൂപ കണ്ടാൽ പോലും അങ്ങനെ പിച്ചക്കാർക്ക് പോലും 10 രൂപ എടുത്ത് അവര് എടുക്കാറില്ല, നമ്മൾ തിരിച്ചു തന്നിട്ട് പോകും. അതുകൊണ്ട് ഈ ഭഗവാന്റെ മുമ്പിൽ ഒന്നും അല്ല. എല്ലാത്തിനും ഒരിടം ഭഗവാനായതുകൊണ്ട് ഈ കണിക സ്ഫുലിംഗങ്ങളാണ്. നമ്മൾ തീ കത്തിക്കുമ്പോൾ ഊതുമ്പോൾ ചെറിയ കണങ്ങൾ തെറിച്ചു പോകുമല്ലോ, അത്ര പോലും ഒരു വാല്യൂ ഇതിനില്ല. നമ്മൾ ഇന്ന് ഈ കാണുന്ന കണ്ടുപിടുത്തങ്ങളും കഴിവുകളും നമ്മൾ പറയപ്പെടുന്ന കൊട്ടിഘോഷിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വളരെ നിസ്സാരങ്ങളാണ്. ഇതുകൊണ്ടൊന്നും നമുക്ക് ഭഗവാനെ സ്വാധീനിക്കാൻ പറ്റില്ല, വശത്താക്കാൻ പറ്റില്ല. നിഷ്കളങ്കമായ ഭക്തി, എളിമത്തോടുള്ള ജീവിതം, ഭഗവാന്റെ തൃച്ചെവിടികളെ ആശ്രയിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ സേവിക്കുക. അവിടെ നമ്മൾ എന്നുള്ള വ്യക്തി, നമ്മളുടെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ ഭാണ്ഡം ആദ്യം നമ്മളെടുത്ത് എന്ത് ചെയ്യുക? പുറത്തേക്ക് ഇടുക. നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അല്ലെ, ലിഫ്റ്റിന് മിക്കവാറും ഒരു ലിമിറ്റ് പറയുമല്ലേ, ഇത്ര കിലോ ആണ് അല്ലെങ്കിൽ ഇത്ര പേഴ്സൺ എഴുതിയിട്ടുണ്ടാവും. കയറുമ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ വർക്ക് ആവണമെന്നില്ല. എന്ന് പറയും പോലെ ഇങ്ങനെയുള്ള ഭാണ്ഡങ്ങൾ, കിരീടങ്ങളും ഒക്കെ അല്ലെ, പാണ്ഡിത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും അല്ലെങ്കിൽ സ്വയം മഹിമയുടെയൊക്കെ കിരീടമൊക്കെ അഴിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭഗവാനെ ശരിക്കും അറിയാനും ശരണം പ്രാപിക്കാനൊക്കെ പറ്റും അല്ലെ. ഈ കിരീടം എന്ന് പറഞ്ഞാൽ മാനിന്റെ കൊമ്പ് പോലെയാണ് അല്ലെ. ഈ മാനിന് കൊമ്പുള്ള കാരണം ഈ ചെറിയ മരങ്ങളുള്ള താഴ്ന്നു നിൽക്കുന്ന വള്ളി പോലത്തെ അതുള്ള കാട്ടിക്കൂടെ നിന്ന് ഓടാൻ പറ്റില്ല, അത് പെട്ടെന്ന് പിടിക്കപ്പെടും. അതൊരു ചില സമയത്ത് ഈ മാനിന്റെ ഒരു ശാപം കൂടിയാണ് ഈ ഒരു കലമാന്റെ ഈ കൊമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാനിന്റെ എന്താ പറയാ, കലമാന്റെ കൊമ്പ് ശിഖരം പോലെ ഇരിക്കില്ല. ഇപ്പൊ ശത്രു ഓടിക്കുമ്പോൾ അഥവാ അത് കഷ്ടകാലത്തിനൊരു ചെറിയ മരങ്ങളുള്ള സ്ഥലത്ത് എത്തപ്പെടുന്നത് കുടുങ്ങിപ്പോകും. അതിനൊരു പ്രഗതി, ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ രക്ഷപ്പെടൽ ഉണ്ടാവില്ല. അതുപോലെ നമ്മളും ഇങ്ങനെ ഒരു എന്താ പറയാ, സംസാരതാവാനുള്ള അല്ലെ, നമ്മൾ പറയണം അല്ലെ, രാവിലെ നമ്മൾ മംഗളാതി പാടും, സംസാരതാവാലോക പ്രണയ കാരുണ്യ ഘന ഘനത്വം എന്ന് പാടുന്നുണ്ട് അല്ലെ. ഈ സംസാരം, ഈ ഭൗതികലോകം എന്താണ്? ഒരു തീ പിടിച്ച കാടാണ് അല്ലെ, കാട്ടുതീ പിടിച്ച ഒരു കാടാണ്. ഇവിടെ നോട്ട് രക്ഷപ്പെടണമെങ്കിൽ ഈ അലങ്കാരങ്ങളും ഈ ഞാനാണെന്നുള്ള ഒരു ഭാവം, അറിവ്, ഇതിന്റെയൊക്കെ ഒരു കൊമ്പ് വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എവിടെയെങ്കിലും ഉടക്കിയാൽ തീർന്നു കൊമ്പ്, രക്ഷപ്പെടാൻ പറ്റുമോ? കത്തി എറിഞ്ഞു പോകും. എന്ന് പറയും പോലെ നമ്മൾ ഈ കിരീടങ്ങളൊക്കെ അഴിച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ തട്ടി എവിടെയെങ്കിലും അകപ്പെട്ടു പോകും, രക്ഷപ്പെടാൻ പറ്റില്ല. ഭഗവാന്റെ കൃപയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ കൊമ്പുകളൊക്കെ ഒടിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഭഗവാന് ശരണം പ്രാപിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ ചെയ്യാം. നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ നിർത്താം. നാളെ അടുത്ത ചാപ്റ്റർ തുടങ്ങും.
ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. പറയണം മാജി. ശ്രീകൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മതജി. പ്രഭു, നമ്മളിപ്പോ ഇങ്ങനെ ദിഗ്വിജയ സംവാദം പറഞ്ഞല്ലോ പ്രഭു. മതജി. അതെ, നമ്മളിപ്പോ സംവാദം പറയുമ്പോ അറിയാനും അറിയിക്കാനും ആണ് വേണ്ട, അല്ലാതെ അഹങ്കരിക്കാനോ ജയിക്കാനോ തോൽക്കാനോ മത്സരത്തിനോ അല്ല എന്നൊക്കെ പറയും പ്രഭു. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ ചില സമയങ്ങളിൽ പ്രഭു പറഞ്ഞില്ലേ, നമ്മളിപ്പോ പ്രീച്ചിങ്ങിനൊക്കെ പോകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവര് പിന്നെ നമ്മളെ നോക്കവരയില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഭക്തന്മാർക്കിടയിൽ ഇപ്പൊ പ്രഭു തന്നെ ക്ലാസ് എടുക്കുന്നു. അപ്പൊ നമുക്ക് ചില ഭാഗങ്ങൾ അറിയാന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വിചാരിക്കും അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതൊരു നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് പ്രഭു പറയുന്നത്. ഞാൻ പറയുന്നത് അത് നമ്മൾ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട്, അതായത് ഇത് ചിലപ്പോ എല്ലാം അറിയാവുന്നവരാണ് നമ്മൾ എല്ലാവരും പോലും മറന്നു പോയതായിരിക്കാം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ അതിനു വേണ്ടിയൊക്കെ പറയും. അപ്പൊ അതൊരു പാണ്ഡിത്യം പ്രകടിപ്പിക്കാനോ കഴിവ് പ്രകടിപ്പിക്കാനോ ഉള്ളതല്ല. അപ്പൊ ചില സമയങ്ങളിൽ നമുക്കത് ഒരു ഇതായിട്ട് ചിലരിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും ചില സമയങ്ങളിൽ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രഭു. അല്ല, ഇതിപ്പോ മാതാജി ക്ലാസ് പറയുമ്പോ മറ്റാള് പറയുന്നതാണോ പ്രശ്നം? അതാ അല്ല, ചിലരിങ്ങനെ പറയും ഇവര് എല്ലാം അറിയാനായിട്ടുള്ള ഒരു പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണോ ഇവർ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്കൊരു ദുഃഖം മനസ്സിനുണ്ടാകും. അത് അതെ, അത് നമ്മൾ നിഷ്കളങ്കമായ ഭക്തിയോടെ പറയുമ്പോ അതുണ്ടാകും. പിന്നെ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ എളിമത്തം കൊണ്ട് അതിനെ മറക്കണം, അതിനെ ഇഗ്നോർ ചെയ്യണം. അതെ, അത് അങ്ങനെയാ പ്രഭു. അതെ ഞാനിപ്പോ പറഞ്ഞത് കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ സത്യസന്ധ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ കളങ്കൾ ഭഗവാൻ, പരമാത്മാവുള്ള ഭഗവാൻ അറിയാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പിന്നെ യഥാർത്ഥ പണ്ഡിതനായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ പ്രഭു പറഞ്ഞില്ലേ വീട്ടിലെ ഭാര്യ ഭർത്താവ്, അത് ഞാൻ ഇപ്പൊ 4ാം സ്കന്ധത്തിൽ നമ്മുടെ ശിവപാർവതിയുടെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടില് ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷമായിരിക്കുന്ന ആ വീട് സ്വർഗം പോലെ ആക്കാം, നല്ല കുട്ടികൾ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ ഒരു ഭാഗം പറയുന്നുണ്ട്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കയ്യിലില്ല, അല്ലെങ്കിൽ പറയാറുണ്ട്. അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാര് സ്വരച്ചേർച്ചയില്ല ജീവിക്കുന്ന വീട്ടിൽ ഭഗവാൻ ഇരിക്കില്ലെന്നാണ് അങ്ങനെ പറയുന്നത്. അവിടെ ശ്രീദേവി ഉണ്ടാവില്ല, മൂദേവി വസിക്കും എന്ന് പറയും. പിന്നെ പ്രഭു വേദന എന്ന് പറഞ്ഞല്ലോ പ്രഭു. വ്യാധനെ പറ്റി അത് കുറച്ച് കോൺട്രവേഴ്സി, വ്യാധന്റെ കഥ പറയുന്നുണ്ട്. അത് മഹാഭാരതത്തിലെ ധർമ്മവേദനാണോ പ്രഭു? അതെ, ആ വ്യാധന്റെയാണ്. പക്ഷെ അത് എനിക്ക് എത്രത്തോളം അത് എങ്ങനെയാണത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയെ പക്ഷെ അവിടെ അംഗീകരിക്കുന്നുണ്ടല്ലേ? അതെ പ്രഭു, അത് ഞാൻ ചോദിക്കുന്നത്. പ്രഭു പറഞ്ഞത് ഈ ഇറച്ചി വെട്ടുകാരനായ ധർമ്മവേദന അതാണോ പറഞ്ഞത്? വ്യാധൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരെന്നാണ്. അത് തന്നെ അല്ലേ പ്രഭു പറഞ്ഞ? അതെ. അത് നമ്മുടെ രൂപഘോഷമയുടെ പദ്യാവലിയില് കുറെ ശ്ലോകങ്ങളുണ്ട്. പദ്യാവലി അതിൽ കുറെ ശ്ലോകങ്ങൾ പറയാം. ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ എക്സാമ്പിൾ പറയുന്നുണ്ട്. കഴിവ് അതായത് ഇവരുടെ ഒന്നും ഈ ഒരു പുറമെ കാണുന്ന ഇതൊന്നും കണ്ടിട്ടല്ല ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഇവരെ. അതായത് അതില് അദ്ദേഹം മുൻ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ പ്രഭുവിനത്? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് മതി. ശരി പ്രഭു. നമ്മൾക്കുള്ള പ്രശ്നം നമ്മൾ പൊതുവെ എന്താ അറിയോ, ഒരു കഥ നമ്മൾ പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ദ്രൗപദിയുടെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തില്ല ഇന്നലെ, അല്ലെ? അപ്പോ എന്താണ് ഇവരുടെ മുൻജന്മം നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എന്താ പറയുന്നത് നമ്മൾ അറിയുന്നില്ല. അറിയാതെ നമ്മൾ ഒരു അഭിപ്രായം നമ്മളെന്ന് വെച്ചാൽ പൊതുവെ ഞാൻ പറഞ്ഞു സമൂഹം നിങ്ങളുടെ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ അങ്ങനെ പറയാം. പക്ഷെ അതിന്റെ മുൻപ് പിൻപ് എന്താണെന്ന് ഇവര് ആരും മനസ്സിലാക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നന്നായിട്ട് കാര്യം മനസ്സിലാക്കി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് നമ്മൾ ഗീതയിലും ഭാഗവതത്തിലും പഠിച്ച കാര്യം നമ്മൾ സ്വന്തം ലൈഫിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഭക്തന്മാർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു അനുഭവമാണ് ചൈതന്യ ചരിതാമൃതം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഭക്തന്മാര് തീർച്ചയായിട്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണ്. ഇത് ഉന്നത ഹയർ സ്റ്റഡീസ് പോലെയാണ്. പോസ്റ്റ് പി ജി എന്നൊക്കെ പറയും പോലെ, PhD പോലെ അത്രയും വലിയ ഹയർ സ്റ്റഡീസ് പോലെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഈ സമീപകാലത്ത് ജീവിക്കുന്ന ഭക്തന്മാരാണ് ഇവരൊക്കെ.
ഈ കലിയുഗത്തിൽ തന്നെ. ഇവരൊക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് അവർ ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓരോ ഭക്തന്മാരുടെയും ജീവിതമാണ്. ഈ ഹരേ ബുക്ക് കൃഷ്ണ. ബുക്ക് കിട്ടണം അവിടെ, ഈ ബുക്ക് കിട്ടണം അവിടെ, ഈ ബുക്ക് കിട്ടണ സ്ഥലം എവിടെ? ഈ ബുക്ക് നമ്മുടെ ഇസ്കോണിലുണ്ടല്ലോ. ഇസ്കോൺ ഹരേ കൃഷ്ണ പള്ളിച്ചെല്ലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കരമന ജഗന്നാഥ ക്ഷേത്രത്തിൽ ചോദിച്ചാൽ അവരത് മാതാജി പ്രൊഡ്യൂസ് അവർ അറേഞ്ച് ചെയ്ത് തരും. ബുക്കുണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് മലയാളത്തിൽ വന്നത്. മുമ്പൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് മലയാളത്തിൽ റിലീസായത്. അത് നമ്മുടെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ഐശ്വര്യ മാതാജി, കഥാമത പ്രഭു അവരോട് ചോദിച്ചാൽ അവരത് നിങ്ങളെ ഗൈഡ് തരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. പ്രണാം. പ്രണാം പ്രഭു. പറയൂ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ചിലത് സമയം വിട്ടു പോവാ പ്രഭു. ഈ 5 മണി വരെ അതിന് മുന്നേ വരെ നോക്കിയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ അതുകൊണ്ട് വിട്ടുപോകും. അങ്ങനെ ചില ക്ലാസ്സുകൾ കയറാൻ പറ്റാറില്ല. നമ്മള് റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബിൽ, അത് കാണാമല്ലോ. സച്ചി മാതാജി ഇവിടെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. പ്രണാം. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി ഉണ്ടോ അവിടെ? മാതാജി നമുക്ക് നിർത്താമോ? കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. നിർത്താം പ്രഭു, നിർത്താം. ശരി, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഹരേ വെള്ളിയാഴ്ച കൃഷ്ണ, ഹരേ കൃഷ്ണ. കാണാം. ഓക്കെ മഹാഭാരതത്തിൽ പ്രഭു, കാണാം. മറ്റന്നാൾ. ബാക്കിയുള്ള ഓക്കെ പ്രഭു. ഭക്തന്മാർക്ക് അഭ്യർത്ഥന, ബാക്കി നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെയും കൂടെ മാക്സിമം ഇതിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയത് നന്നായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു.